ഉണ്ടോ മോളെ? അമ്മ, അവള് എനിക്കറിയാം. വരുണിന്റെ കാര്യത്തില് അവൾ ഒരുപാട് വാശി പിടിച്ചിട്ട് ഇപ്പോ നിന്നെയും വരുണിനെയും അച്ഛൻ ഒരുമിപ്പിക്കാന്ന് പറഞ്ഞപ്പോ വാശിക്ക് അവളെന്തെങ്കിലും ചെയ്താലോ എന്ന പേടിയുണ്ടല്ലേ? ഒന്നും വരില്ല മോളെ. ഇതിനെല്ലാത്തിനും ദൈവം ഒരു സമാധാനം ഉണ്ടാക്കും. അവളെ അങ്ങ് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. നമ്മൾ വിചാരിച്ചിട്ട് തിരുത്താൻ പറ്റുന്നില്ലല്ലോ. ഇനി ദൈവം തിരുത്തട്ടെ അവളെ. മോള് വേണമെങ്കിൽ കുറച്ചു നേരം പോയി കിടന്നു. കുറച്ചു കഴിഞ്ഞിട്ട് അമ്മ വിളിക്കാം. ശരി അമ്മ. ഭഗവാനെ, വിളിക്ക്. അയാൾക്കൊരു സംശയവും തോന്നരുത്. ഹലോ ഹലോ, സി മോഹനല്ലേ? അതെ. എൻ്റെ പേര് കൈതക്കൽ ജഗന്നാഥക്കുറുപ്പ്. കേട്ടിട്ടുണ്ടോ? അറിയാം സാർ. സാറ് ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്ന ആളല്ലേ? കേരളത്തിലെ പൊളിറ്റീഷ്യന്മാരോട് ചേർന്ന് സാറിന്റെ വാർത്തകൾ ഇപ്പോഴും കാണാറുണ്ട്. എന്താ സാർ വിളിച്ചത്? നിങ്ങളുടെ അന്വേഷണ പരിധിയിൽ എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഏതാ സാർ? കണിമംഗലം പരമേശ്വരന്റെ മകൾ മരിച്ച കേസ് എന്തായി? സാർ അത് ബോഡി കിട്ടി, മറ്റാരും അറിയാതെ അടക്കം ചെയ്തു. എന്ത് സാഹചര്യത്തിന്റെ കാര്യം പറഞ്ഞാലും ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണമല്ലോ. ഇതുവരെ നിങ്ങൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യും? പറയണം മിസ്റ്റർ CI. അന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ അതറിയാതിരിക്കാൻ വേണ്ടിയാണ് ശവസംസ്കാരം അങ്ങനെ നടത്തിയത്. അന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു സാർ. പിന്നെ അന്വേഷണത്തിന്റെ കാര്യം അന്വേഷിച്ചിരിക്കണം. ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിന്റെ കാരണക്കാരെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ഒഫീഷ്യലായിട്ട് മൂവ് ചെയ്യേണ്ടി വരും. അത് കേരളത്തിലെ സാധാരണ പൊളിറ്റീഷ്യന്മാരെ വെച്ചല്ല, വേണ്ടി വന്നാൽ PM-ന്റെ ഓഫീസ് വരെ. അറിയാലോ നിങ്ങൾക്ക് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്. അന്വേഷണം ഞാൻ രാവിലെ തന്നെ തുടങ്ങിക്കോളാം സാർ. രാധികെ, താൻ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സ് മുഴുവൻ അവള. അവള് ചെയ്തത് വലിയൊരു തെറ്റല്ല. പാവം അച്ഛനും അമ്മയും അവളില്ലാതായത് പോലും അറിയാതെ കിടന്നുറങ്ങുക. എടോ രാധിക, നമുക്കത് മറച്ചു വയ്ക്കേണ്ടി വന്നത് അച്ഛൻ്റെ കണ്ടീഷൻ കൊണ്ടല്ലേ? പ്രിയങ്കയുടെ മരണ വാർത്ത അറിഞ്ഞ പിന്നെ അച്ഛനുണ്ടാവോ?
നമുക്ക് എല്ലാവർക്കും കുറ്റബോധമുണ്ട്. പക്ഷെ നമ്മുടെ കുറ്റബോധം അച്ഛൻ സത്യം അറിയാനുള്ള കാരണമാവരുത്. എടോ, തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ദേ, അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതുവരെ ഇല്ല. പക്ഷെ എത്ര സമയം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. പോലീസുകാർക്കൊക്കെ സത്യം അറിയാലോ. അവര് പുറത്തു പറയില്ലേ? കണിമംഗലത്ത് അറിയിക്കില്ലേ? ആറ്റുശ്ശേരിയിൽ അറിയിക്കില്ലേ? രാധിക, അച്ഛന്റെ കണ്ടീഷൻ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരത് ചെയ്യില്ല. അച്ഛനൊന്ന് ബെറ്റർ ആവട്ടെടോ. അച്ഛനോട് എന്തായാലും പറഞ്ഞേ പറ്റൂ. അത് ചെറിയച്ഛനെയും ഏട്ടനെയും കൂട്ടി ഒന്നിച്ചിരുന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. വരുൺ, അവളെന്നെ കൊല്ലാനുള്ള കലിയോട് നടക്കായിരുന്നു. പക്ഷെ ഇതിങ്ങനെ അവസാനിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും അവള് വെറുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ മറ്റാര് വെറുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവളെ വെറുത്തിട്ടുണ്ട്. പക്ഷെ ഈ ദുരന്തം ഞാനും ആഗ്രഹിച്ചല്ല. ചിലപ്പോ മുമ്പ് പോയതുപോലെ ഏതെങ്കിലും സിനിമയുടെ കാര്യത്തിന് ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കാം എന്നാ കരുതിയത്. കൊണ്ടുപോയവര് ചതിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ചിന്തയല്ലാതെ വേറൊന്നും മനസ്സിൽ തോന്നുന്നില്ല.